ഹലോ ഗൈസ്, അങ്ങനെ ഒടുവിൽ ആദർശ് നന്ദുവിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ ജ്വല്ലറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ്. മുംബൈ ഹോട്ടലിലെ CCTV വിഷ്വൽസിൽ ഗ്രീൻ ആദർശിന് ജ്യൂസ് കൊണ്ടുകൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ ഹോട്ടലിലെ സ്റ്റാഫ് അല്ലാഞ്ഞിട്ട് പോലും പിന്നെ എന്തിനാണ് ആദർശിന് ജ്യൂസ് കൊണ്ടുകൊടുത്തത്? ഈ ഒരു അന്വേഷണം മുൻനിർത്തിക്കൊണ്ട് തന്നെ മുംബൈ പോലീസിന് വിവരം അറിയിക്കുകയാണ് നന്ദു. ഈ മുംബൈ പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഹോട്ടലിലെ അന്നത്തെ ദിവസത്തെ CCTV വിഷ്വൽസ് എല്ലാം നന്ദുവിന് കൈമാറാണ് ഹോട്ടൽ മാനേജർ. അതിൽ സംശയം തോന്നിയ നന്ദു മുംബൈ പോലീസിന് വിവരം അറിയിക്കുന്നു. അവർ ശരിക്കും ആ ഹോട്ടലിലെ മാനേജർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ വൈകിട്ടാണ് കേട്ടോ ജ്വല്ലറിയിലെ മാനേജറും അതുപോലെ തന്നെ നാഗേന്ദ്രനും അറിയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. എന്തായാലും ശരിക്കുള്ള CCTV വിഷ്വൽസ് എല്ലാം തന്നെ നന്ദുവിന് കൈമാറിയിരിക്കുകയാണ്. ആ സമയത്താണ് വിഷ്വൽസ് ഓരോന്നായിട്ട് പരിശോധിച്ചപ്പോൾ ഗ്രീന ഉറക്ക ഗുളിക ജ്യൂസിൽ കലർത്തുന്ന വിഷ്വൽ കാണുന്നത്. അപ്പോൾ ഗ്രീനയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ഗ്രീനയ്ക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് അറിയണം. അതിനുവേണ്ടി നന്ദു ഗ്രീനയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് കേട്ടോ. അവസാനം അന്വേഷണത്തിനൊടുവില് നാട്ടിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഗ്രീനയെ കണ്ടെത്തുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ഗ്രീനയെ അറസ്റ്റ് ചെയ്യാണ് നന്ദു. ഗ്രീനയെ അറസ്റ്റ് ചെയ്ത പാടത്തന്നെ നന്ദു ആദർശിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. അവിടെ വന്ന ആദർശിനെ ഗ്രീനയെ കണ്ടിട്ട് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കൈ ഇങ്ങനെ തരുത്തു വരാണ്. ഗ്രീനയുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കാൻ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നന്ദു ഇവൾക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളെ മര്യാദക്കിട്ട് പെരുമാറുന്നുണ്ട്. പക്ഷേ ഗ്രീന തനിക്ക് പിന്നിൽ ആരാണെന്ന് പറയാൻ ഒട്ടും തന്നെ മനസ്സ് കാണിക്കുന്നില്ല കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ തന്നെ നന്ദു വീണ്ടും കൈകാര്യം ചെയ്യുന്നുണ്ട്. ചോര തുപ്പുന്ന അവസ്ഥയിലാവുന്നുണ്ട്. അവസാനം മറ്റ് നിവൃത്തിയൊന്നുമില്ലാതെ അറിയാതെ പറഞ്ഞു പോവാണ് കേട്ടോ ജ്വല്ലറിയുടെ പിന്നിലാണ് ഞാൻ പ്രവർത്തിച്ചതെന്ന്. ഗ്രീന പറയുന്ന എല്ലാ വീഡിയോയും നന്ദു പകർത്തുകയാണ് ഫോണില്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ആദർശ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പോലീസ് ജീപ്പ് വരുന്നത് കണ്ടിട്ട് ഗസ്റ്റ് ഹൗസിലെ കാര്യസ്ഥന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അയാൾ പത്രവും വായിച്ചുകൊണ്ട് ചായ കുടിക്കായിരുന്നു കേട്ടോ. പോലീസ് വാഹനം കണ്ട പാടെ തന്നെ അയാൾ പറയുന്നുണ്ട്, അയ്യോ പോലീസോ? പോലീസ് ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇനി സാറിന്റെ പേരിൽ വല്ലും അതുകൊണ്ടായിരിക്കോ സാറ് വീട്ടിൽ നിന്ന് താമസം മാറ്റിയിട്ട് ഗസ്റ്റ് ഹൗസിലോട്ട് വന്നത്? ഏയ്, സാർ അങ്ങനെയുള്ള ഒരാളല്ല. സാർ ഒരു മര്യാദക്കാരനാ. അങ്ങനെ നന്ദു ജീപ്പിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഇയാളെ കാണുന്നത്. അങ്ങനെ അയാളുടെ അടുത്തോട്ട് നന്ദു നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താൻ ആരാ? അത് പിന്നെ ഞാൻ ഈ ഗസ്റ്റ് ഹൗസ് ഒക്കെ നോക്കി നടത്തുന്നേ. ഓ, ഇവിടുത്തെ കാര്യസ്ഥനാണല്ലേ? അതെ മേഡം. മേഡം എന്താ ഇപ്പം ഇങ്ങോട്ട്? എന്താ മേഡം പ്രശ്നം? അതിന് ഞാൻ ചേട്ടനോട് പ്രശ്നമൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ആദർശേട്ടൻ ഉണ്ടാകത്ത്? ഉണ്ട് മേഡം. ആദർശ് സാറെ കാണാൻ വന്നതാണോ? അതെ, സാർ അകത്തുണ്ട്. മേഡം ചെന്നാട്ടെ. ശരി. മേഡം, സാറ് ഒരാൾ രാവിലെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അത് മേഡം ആയിരുന്നോ? അതെ, ഞാൻ തന്നെ. ഹോ, എനിക്കിപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. ഞാൻ പേടിച്ചു പോയി പോലീസ് ജീപ്പൊക്കെ വരുന്നത് കണ്ടിട്ട്. അതെന്തിനാ താൻ പേടിക്കുന്നത്? സാധാരണ കള്ളം ചെയ്തവർക്കല്ലേ ഇത്രയും പേടിയാണോ? അത് പിന്നെ മേഡം, ഞാൻ സ്വതവേ ഇങ്ങനെയാ. കുഞ്ഞുനാൾ മുതലേ ഞാൻ ഇങ്ങനെയാ. എനിക്ക് പോലീസ് ജീപ്പൊക്കെ കാണുമ്പോൾ വലിയ പേടിയാ. അത് പണ്ട് മുതലേ അങ്ങനെയാ. അല്ല, എന്താ തൻ്റെ പേര്? ഗണേഷ്. ഗണേഷ് എന്ന് മാത്രമേ ഉള്ളൂ? ഫുൾ നെയിം പറയും. അത് ഗണേഷ്. നന്ദു, അയാളെ വിട്ടേക്ക്. ഇങ്ങ് കയറി വാ. ആദർശാണ് നന്ദുവിനെ കാണുന്നതും നന്ദുവിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്ദു ആദർശിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. നന്ദു, എന്താ അയാളുമായിട്ട്? ഏയ്, ഒന്നുമില്ല ആദർശേട്ടാ. ഞാൻ വന്നപ്പോൾ മുതലേ അയാൾക്കൊരു പരങ്ങല്. മൊത്തത്തിൽ എന്തോ അയാൾക്ക് പോലീസുകാരെ പേടിയാണത്രേ. സാധാരണ കള്ളന്മാർ മാത്രമേ പോലീസുകാരെ ഭയക്കേണ്ട ആവശ്യമുള്ളൂ. ഇയാളെന്തിനെ പിന്നെ നമ്മളെ കണ്ടിട്ട് പേടിക്കുന്നത്? അയാൾ സ്വതവേ അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് ഞാൻ ഗസ്റ്റ് ഹൗസിലോട്ട് മാറുമ്പോഴും ഇയാളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാ. മൊത്തത്തിലൊരു തണുത്ത മട്ട. എന്നാ പിന്നെ ഇയാളെ ഒഴിവാക്കി കൂടെ ആദർശേട്ടാ? ഏയ്, അത് പറ്റില്ല. മുത്തശ്ശൻ കൊടുത്തത് ഇയാൾക്ക് ഈ ജോലി. ഇയാളെ ആശ്രയിച്ചോണ്ടേ 4-5 പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്. പാവം, അയാൾക്ക് ഈ ജോലിയും കൂടി നഷ്ടപ്പെട്ടാൽ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ആദർശേട്ടാ, അയാളൊന്ന് സൂക്ഷിച്ചേക്കണം. കുറച്ച് പൈസ കിട്ടിയാലേ ഹേതവന് മാറും. നന്ദു ഇരിക്ക്. നന്ദുവിന് കുടിക്കാൻ വല്ലതും? ഏയ്, എനിക്കൊന്നും വേണ്ട ആദർശേട്ടാ. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വരുന്നത്. അല്ല, ഞാൻ മറന്നുപോയി. ആദർശേട്ടൻ എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഞാനിവിടെ പട്ടിണി കിടക്കുന്നല്ല നന്ദു. എനിക്ക് വേണ്ടതൊക്കെ അയാൾ വെച്ചുണ്ടാക്കി തരുന്നുണ്ട്. അല്ല, ആദർശേട്ടന് ഹോട്ടൽ ഫുഡൊന്നും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാ പറഞ്ഞത് ഇവിടെ എനിക്ക് അയാൾ വേണ്ടതെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ടെന്ന്. നന്ദു, ഞാൻ പറഞ്ഞ കാര്യം എവിടെ വരെയായി? അത് പറയാനും കൂടി ആദർശേട്ടാ ഞാൻ വന്നത്. മുംബൈ പോലീസിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ CCTV വിഷ്വൽസൊക്കെ എൻ്റെ ഫോണിലോട്ട് വരും. അത് പരിശോധിച്ചതിന് ശേഷം അറിയാം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്ന്. പക്ഷേ നന്ദു, എനിക്ക് തോന്നുന്നില്ല അവർ യഥാർത്ഥത്തിലുള്ള വിഷ്വൽസ് അയച്ചു തരുമെന്ന്. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാലേ ഞാൻ പിന്നെ അവരെ വെറുതെ വിടില്ല. ആ ഹോട്ടൽ മാനേജറെ ഞാൻ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. നിയമം എന്താണെന്ന് അയാളെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. നന്ദു, ഞാൻ പറഞ്ഞ പോലെ വളരെ സീക്രട്ടായിട്ടല്ലേ ഈ കാര്യമൊക്കെ ചെയ്യുന്നത്? അതൊക്കെ അത്രയും സീക്രട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണോ അയാൾ ഒരിക്കലും ഇതറിയാനൊന്നും വഴിയില്ല.
ശരി. എനിക്ക് നന്ദുവിൽ അത്രത്തോളം വിശ്വാസം ഉണ്ടായിട്ടാ നന്ദുവിനെ ഞാൻ ഈ കാര്യം ഏൽപ്പിച്ചത്. നന്ദുവിന് വേണ്ട എല്ലാ സഹായവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. അന്വേഷണം മുന്നോട്ട് പോകണം. എനിക്കെന്തായാലും ഇനി അനന്തപുരിയിലോട്ട് കയറി ചെല്ലുമ്പോൾ മുത്തശ്ശൻ്റെ മുന്നിൽ തല ഉയർത്തി പിടിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഞാൻ അനന്തപുരിയിലോട്ട് ഇനി കയറി ചെല്ലൂ. ആദർശേട്ടൻ തല ഉയർത്തി പിടിച്ച് തന്നെ അനന്തപുരിയിലെത്തും. അതിനുവേണ്ടി നന്ദു പരമാവധി ശ്രമിക്കും. എനിക്ക് നന്ദുവിൽ വലിയ വിശ്വാസമുണ്ട്. അതാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ആദർശേട്ടാ, ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. ഫോണിലൂടെ സംസാരിക്കുന്നത് അത്ര നല്ലതല്ല. ശരി. പിന്നെ ആദർശേട്ടനെ വിളിപ്പിച്ച സ്റ്റേഷനിലോട്ട് വരണം. വരുന്ന സമയത്ത് ആരുടെയും കണ്ണിപ്പെടാതെ നോക്കണം. ശരി നന്ദു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. അങ്ങനെ നന്ദു അവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് പോലീസ് ജീപ്പിൽ. ആ സമയത്ത് നന്ദുവിനൊരു കോള് വരുന്നുണ്ട്. ഈ കോള് കണ്ടപ്പോൾ നന്ദുവിൻ്റെ ഡ്രൈവർ പറയുന്നുണ്ട്, മാഡം, മുംബൈ പോലീസാ, ഒരു ശങ്കർദേവ്. ഇങ്ങിതാ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഹലോ സർ. CCTV വിഷ്വൽസ് ഒക്കെ തൻ്റെ ഫോണിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തതിനു ശേഷം ഇനി എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ ശരി സർ, താങ്ക്സ്. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ആ വിഷ്വൽസ് പരിശോധിക്കാൻ കേട്ടോ. അങ്ങനെ കുറേ നേരം നന്ദു തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആ വിഷ്വൽസ് പരിശോധിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒന്നും തന്നെ അതിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ നന്ദുവിൻ്റെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, മാഡം എന്തായി, അതിൽ നിന്ന് വല്ലതും കിട്ടിയോ? ഇല്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ ഹോട്ടലുകാർ നമ്മളെ മനഃപൂർവ്വം ചതിച്ചു. അവരും അപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളികളോടൊപ്പം തന്നെയാണ്. അപ്പം പിന്നെ ഇനി എന്ത് ചെയ്യാനാ മാഡം? ഞാൻ ഒന്നുകൂടി മുംബൈ പോലീസിന് ട്രൈ ചെയ്യാം. എന്തായാലും ഇതിൽ ആ വിഷ്വൽസ് ഇല്ലെന്ന് അവർ പറഞ്ഞു ധരിപ്പിക്കണം. ശ്യാം, ഒന്ന് വണ്ടി ഒതുക്ക്. ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് ആ ജീപ്പ് ഒരു ഭാഗത്തോട്ടായിട്ട് ഒതുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു ആണെന്നുണ്ടെങ്കിൽ ജീപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. എന്നിട്ട് ഈ ശങ്കർദേവിനെ എന്നെ തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ശങ്കർദേവ് ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ സർ, ഞാൻ CCTV ഫുട്ടേജൊക്കെ പരിശോധിച്ചു. ഓക്കെ സർ, ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള തെളിവുകളൊന്നും അതിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കറക്റ്റ് 24 ഹവേഴ്സിൻ്റെ വിഷ്വൽസ് അല്ല ഇതിലുള്ളത്. വെറും 22 ഹവേഴ്സിൻ്റെ വിഷ്വൽസ് മാത്രമേ ഇതിനകത്തുള്ളൂ. സർ പ്ലീസ്, ഇത് വലിയ 2 കമ്പനികൾ തമ്മിലുള്ള മത്സരമാണ്. സർ, ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ സഹകരിക്കണം. സോറി നന്ദന, ഞങ്ങൾ അവരോട് 24 ഹവേഴ്സിൻ്റെ വിഷ്വൽസ് തരാൻ പറഞ്ഞതാ. ബട്ട് അവർ നമ്മളെ ചതിച്ചു. എന്തായാലും ഇനി ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. ഞാൻ തന്നെ നേരിട്ട് അങ്ങോട്ട് ചെല്ലുക. പോലീസുകാരെ വിഡ്ഢികളാക്കുന്ന ഇത്തരം ഹോട്ടൽ മാനേജർമാരെ കൈകാര്യം ചെയ്യും പോലെ ചെയ്യണം. നന്ദന, ഐ എം റിയലി സോറി. 24 ഹവേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി നന്ദനയുടെ ഫോണിലോട്ട് വരുന്നത്. ഓക്കെ സർ, താങ്ക്സ്. ഇതും പറഞ്ഞിട്ട് നന്ദന ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ മുംബൈ പോലീസിനെയാണ് കേട്ടോ. ശങ്കർദേവനാണെന്നുണ്ടെങ്കിൽ തന്നെ പറ്റിച്ചതിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശങ്കർദേവും പോലീസുകാരെ എല്ലാവരും കൂടി ഈ ഹോട്ടൽ ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഹോട്ടലിൽ എത്തുന്നുണ്ട് കേട്ടോ. അവിടെ റിസപ്ഷനിലിരിക്കുന്ന ഒരു ലേഡിയുടെ അടുത്ത് ഈ പോലീസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ നിങ്ങളുടെ മാനേജർ? അത് പിന്നെ അറിയില്ല സർ. അറിയില്ലെന്നോ? അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? നിങ്ങൾ റിസപ്ഷനിലിരിക്കുന്ന ആളുകളല്ലേ. മാനേജർ ആരെങ്കിലും ചോദിച്ചു വന്നാൽ ഇതുപോലെ അറിയില്ലെന്നാണോ പറയേണ്ടത്? സർ, ഇന്ന് രാവിലെ മുതൽ മാനേജർ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സർ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഓഹോ, അത് ശരി. എന്നാ പിന്നെ തൻ്റെ ഫോണിലൊന്ന് മാനേജർക്ക് വിളിക്കി. സർ, അത് നിർത്തടി. നിന്നെപ്പോലെ കുറെ എണ്ണ ഉണ്ട് ഓരോരുത്തവന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെ നോക്കി നിൽക്കാതെ ഫോണിലോട്ട് നോക്കി വിളിക്കടി. ശരി സർ. ആ സമയം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു പയ്യൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ഒരു സ്റ്റാഫ്. സർ, എന്താ സർ പ്രശ്നം? താനാരാ? ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാ. ഓ, അസിസ്റ്റന്റ് മാനേജർ ഉണ്ടോ? സർ, എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? സാറിന് എന്താ വേണ്ടത്? ഞാൻ തരാം. എനിക്ക് തന്നെ മാനേജർ ഒന്ന് കാണണം. കാണാൻ പറ്റുമോ? മാനേജറെ കാണാനാണോ? അതാണെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നല്ലോ. മാനേജർ ഇവിടെ ഇല്ല. മാനേജർ ഒരു അർജന്റ് മീറ്റിങ്ങിന് പുറത്ത് പോയിരിക്കുക. ഈ ദൂരെയെന്ന് വെച്ചാൽ അങ്ങ് ഫ്ലൈറ്റൊക്കെ പിടിച്ച് ദൂരെയാണോ? അത് പിന്നെ പോകുന്ന സ്ഥലമൊന്നും ഞങ്ങളോട് പറയാറില്ല. അത് ശരി, നിങ്ങളുടെ മാനേജർ നല്ല മാനേജർ ആണല്ലോ. മൊത്തത്തിലൊരു കള്ള ലക്ഷണം. ആ സമയത്താണ് അവിടെ നിൽക്കുന്ന ലേഡി പറങ്ങി കളിക്കുന്നത് കാണുന്നത് കേട്ടോ. ഇത് കണ്ട ശങ്കർദേവ് പറയുന്നുണ്ട് കേട്ടോ, എടോ അവളുടെ ഫോൺ വാങ്ങി വെക്ക്. കിട്ടിയ തക്കത്തിന് അവൾ ആരൊക്കെയോ വിളിച്ചറിയിക്കാൻ നോക്കുക. കൂടുതൽ ഞങ്ങളെ കൊണ്ട് വലിപ്പിക്കാതെ തൻ്റെ മാനേജർ എവിടാണെന്ന് പറ. സർ, ഞാൻ പറഞ്ഞല്ലോ മാനേജർ ഇവിടെ ഇല്ല. അപ്പം നീ ഒന്ന് കിട്ടിയാ അടങ്ങും അല്ലേ? സർ, ആവശ്യമില്ലാതെ എൻ്റെ ദേഹത്ത് കൈവെക്കരുത്. നീയാൾ കൊള്ളാലോ. ഞങ്ങൾക്ക് സംശയം തോന്നിയാ ഞങ്ങളിട്ട് പെരുമാറും. നിനക്കറിയാം മാനേജർ എവിടെയാണെന്ന്. പറയടാ. ഇതും പറഞ്ഞുകൊണ്ട് കാരണം നോക്കിയൊരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കൊടുത്ത കൊടുക്കലിനെ വായിന്ന് ചോര തുപ്പുന്നുണ്ട് കേട്ടോ. അയ്യോ, ചോര! എൻ്റെ പല്ലിനല്ലടാ കുഴപ്പം. നിനക്കാ? മര്യാദയ്ക്ക് അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞോ. ഇല്ലെങ്കിൽ അടുത്ത അടിക്ക് നിന്റെ എല്ലാ പല്ലും കൂടി താഴെ ഉരി പോരും. പിന്നെ ഓരോന്നോരോന്നായിട്ട് പെറുക്കി എടുക്കേണ്ടി വരും. വേണോ? പല്ലില്ലാത്ത മുഖവും വെച്ചുകൊണ്ട് താൻ എങ്ങനെയാ പിന്നെ മാനേജറായി വിലസുക? അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാൻ നോക്ക്. അയ്യോ, ഇനി എന്നെ തല്ലല്ലേ സാറേ, ഞാൻ പറയാം. ഒറ്റ അടിയിൽ തന്നെ അവൻ സത്യം പറയും. അപ്പം ഇതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഈ അടി വേണമായിരുന്നോ? അയ്യോ സാറേ, എൻ്റെ കൂടെ ക്ഷമിക്കണം. ഞാൻ അങ്ങനെ മാനേജർമാർ എവിടെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അത് ശരി, അപ്പം ഇത് നിങ്ങളുടെ ഒരു തൊഴിലാണ്. പറയടാ, എവിടെയുണ്ട്?
സാറ് മുകളിലത്തെ നിലയിലുണ്ട്. വാ അങ്ങോട്ട് പോവാം. ഇതും പറഞ്ഞുകൊണ്ട് അയാളെ വിളിച്ചോണ്ട് മുകളിലത്തെ നിലയിലോട്ട് പോവാണ് കേട്ടോ. ഈ മാനേജർ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ അസിസ്റ്റന്റ് മാനേജർ പോലീസിനെ കൂട്ടിക്കൊണ്ട് നേരെ മുകളിലത്തെ റൂമിലോട്ട് പോവാണ്. റൂം തുറന്ന പാടെ തന്നെ ഈ മാനേജർ ആണെന്നുണ്ടെങ്കിലോ ഒരു വലിയ സ്ക്രീന് മുന്നിൽ ഓൺ ആയിരിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ട് സോഫയിൽ നല്ല സുഖനിദ്രയിൽ ഇരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മുംബൈ പോലീസ് ശങ്കർദാസ് അകത്തോട്ട് കയറി വരുന്നുണ്ട്. കൈ കൊട്ടിക്കാണ്ടാണ് കേട്ടോ കയറി വരുന്നത്. ആഹാ കൊള്ളാലോ, ഇവിടെ ആവുമ്പോൾ നല്ല സുഖനിദ്രയാണല്ലേ. ആരും അറിയാനും പോകുന്നില്ല, പിടിക്കാനും പോകുന്നില്ല. ഇങ്ങനെ ഒരു നില ഈ ഹോട്ടലുണ്ടോന്ന് എനിക്ക് വരെ സംശയമാണ്. എന്നാൽ ഇയാളെ കണ്ടിട്ട് ആ ഹോട്ടൽ മാനേജർ പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ആ എന്നെ കണ്ടിട്ട് എഴുന്നേൽക്കണമെന്നില്ല, അത്രയ്ക്ക് ബഹുമാനമൊന്നും വേണ്ടെന്നേ, ഇരിക്കടോ. സാർ എന്താ ഇപ്പം ഇങ്ങോട്ട്? ഓ ഞാൻ വന്നത് എന്താണെന്ന് തനിക്കറിയില്ല അല്ലേ? അയ്യോ മനസ്സാവാച കർമ്മ എനിക്ക് ഒന്നും അറിയില്ല സാർ. താൻ എന്നെ എത്രാമത്തെ വട്ടാടോ ഇങ്ങോട്ട് വരുത്തിക്കുന്നത്? ഓരോ പ്രാവശ്യം വരുമ്പോഴും തന്നോട് ഇനി ഇങ്ങോട്ട് വരാനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന് പറയാറില്ലേ ഞാൻ? ആ ഉണ്ട് സാർ. പിന്നെ എന്തിനാടോ താൻ വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത്? വലിയ വലിയ ആളുകളോ? സാർ എന്തൊക്കെയാ പറയുന്നത്? ഓ തനിക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലേ? രണ്ടെണ്ണം കിട്ടിയാൽ മനസ്സിലാവോ? സാറേ എന്നെ തല്ലരുത്. എന്താ സാറേ? CCTV വിഷ്വൽസ് ചോദിച്ച് ഞാൻ നിന്നെ വിളിച്ചില്ലായിരുന്നു ഇന്നലെ? വിളിച്ചു. ഞാൻ അയച്ചു തന്നിരുന്നല്ലോ സാറേ. 24 hours കറക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നീ എത്ര മണിക്കൂറത്തെ വീഡിയോ അയച്ചത് എനിക്ക്? അത് ഞാൻ നോക്കിയിട്ടില്ല സാറേ. അത് പിന്നെ CCTV ഫുട്ടേജ് എത്രത്തോളം ഉണ്ടോ അത് ഞാൻ അയച്ചിട്ടുണ്ട്. ഓഹോ അപ്പം ഞങ്ങൾക്ക് വേണ്ടത് തന്നെ നീ കട്ട് ചെയ്തിട്ട് അയച്ചതായിരിക്കും അല്ലേ? അയ്യോ സാർ എന്തൊക്കെയാണ് പറയുന്നത്? എടോ ഇവിടുത്തെ CCTV റൂം ഏതാ? സാർ ഇത് തന്നെയാണ് CCTV റൂം. ഓ അത് ശരി, അപ്പം നീ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. എവിടെ നോക്കട്ടെ ആ വീഡിയോ മുഴുവനും. സാറേ അത് കാണിക്കടാ. നിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ ചോദിക്കേണ്ടവർ ചോദിച്ചോളും. സാറേ തല്ലല്ലേ, ദേ അതിനകത്തുണ്ട്, കാണിച്ചു തരാം. ഇതും പറഞ്ഞുകൊണ്ട് ഈ വിഷ്വൽസ് മുഴുവനും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ വീഡിയോ അവിടെ തന്നെ ആ മാനേജറെ കൊണ്ട് ശങ്കർദേവ് നന്ദുവിന് അയച്ചു കൊടുപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഡോ താൻ ഇനിയും എന്നെ ഇങ്ങോട്ട് വരുത്തിക്കോ. അത് വരുത്തിച്ചാൽ ഇനി ശങ്കർദേവിന് തനിക്ക് വാണിംഗ് ഒന്നും തരാൻ പറ്റില്ല, കേട്ടോടോ? കേട്ട്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോലീസ് പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു വിഷ്വൽസ് വരികയാണ്. അങ്ങനെ നന്ദു അത് എടുത്തു നോക്കുന്നുണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇത് എടുത്തു നോക്കുന്നത്. എടുത്തു നോക്കിയ പാടത്തന്നെ ആ വിഷ്വൽസിൽ എല്ലാം നല്ല ക്ലിയറായി വ്യക്തമായി കാണിക്കുന്നുണ്ട്. അങ്ങനെ മുംബൈ പോലീസിൻ്റെ കോൾ വരാൻ കേട്ടോ. നന്ദു ആണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുംബൈ പോലീസിൽ ശങ്കർദേവാണ് കേട്ടോ വിളിക്കുന്നത്. ഹലോ സർ, ഞങ്ങൾക്ക് വിഷ്വൽ കിട്ടി, അതിൽ നിന്നും വേണ്ട തെളിവുകളും കിട്ടി. മൂർത്തീസ് ജ്വല്ലറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ജ്വല്ലറിയാണ്. സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, നന്ദനയോട് ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്താ സർ? ഈ മാനേജർ ഉണ്ടല്ലോ, ആ ഹോട്ടൽ മാനേജർ, അയാൾക്ക് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ മാനേജർക്ക് പോലും അറിയില്ല ആരാണ് അയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. അയാൾക്ക് കാശ് കിട്ടി, അയാൾ ഈ ചെയ്യേണ്ട പ്രവൃത്തിയൊക്കെ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം സർ, അല്ലേനും അവർ ബുദ്ധിപരമായിട്ടായിരിക്കുമല്ലോ നീങ്ങുക. ഓക്കെ, എന്തായാലും നന്ദനയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ ശരി സാർ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ആ വിഷ്വൽസ് ഒക്കെ കിട്ടിയതിൽ. അങ്ങനെ ഗ്രീനയെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങാൻ കേട്ടോ. കൂട്ടത്തിൽ ആദർശിനെ നന്ദു വിളിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ആദർശ് ചേട്ടാ. നന്ദു എന്തായി കാര്യങ്ങൾ? അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത് ഗുഡ് ന്യൂസ്? ആദർശ് ചേട്ടൻ എന്തായാലും ആ പോയ ഡീല് തിരികെ കിട്ടിയിരിക്കും. അമേരിക്കൻ കമ്പനിയുടെ ഷെയർ വീണ്ടും മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് തന്നെ വരാനുള്ള സാധ്യത 100% ഉണ്ട്. നന്ദു എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഉണ്ട്. ആദർശ് ചേട്ടൻ പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ചു. മുംബൈ പോലീസും എൻ്റെ കൂടെ എല്ലാത്തിനും സഹായത്തിനുണ്ടായിരുന്നു. അവരുടെ സഹായത്തോട് കൂടിയിട്ട് അന്നത്തെ വിഷ്വൽസ് മുഴുവനും CCTV വിഷ്വൽസ് എൻ്റെ ഫോണിലോട്ട് വന്നിട്ടുണ്ട്. ഞാനത് പരിശോധിച്ചു. എനിക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചു. അതിൽ ഗ്രീനയെ കാണിക്കുന്നുണ്ടോ? യെസ് ആദർശേട്ടാ, അതിൽ ഗ്രീനയെ കാണിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ആദർശേട്ടന് തന്ന ജ്യൂസിലെ ഗ്രീൻ ഉറക്ക ഗുളിക കലർത്തുന്നതും നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ചതിയിലൂടെയാണ് AN ജ്വല്ലറി അമേരിക്കൻ ഡീല് കരസ്ഥമാക്കിയിരിക്കുന്നത്. അത് തെറിക്കാൻ വേണ്ടിയിട്ട് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആദർശേട്ടാ. നന്ദു ആശ്വസിക്കാൻ വരട്ടെ. AN ജ്വല്ലറിയിലുള്ളവരാണ് ഇതിന് പിന്നിലെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ തെളിയിക്കും. അവർ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആദർശേട്ടാ. അത് നീ തെളിയിക്കണം നന്ദു, തെളിയിച്ചിരിക്കും. അതാരാണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് അവൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ. പിന്നീന്ന് കുത്തിയല്ല വിജയിക്കേണ്ടത്, നേർക്ക് നേരെ നിന്നിട്ട് വേണം മത്സരിക്കാൻ. അതവനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കണമെന്ന് ആദർശ് പറയാൻ കേട്ടോ. നന്ദു ആദ്യം തന്നെ AN ജ്വല്ലറിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അന്വേഷണം നടത്തിയത്. അതായത് ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി AN ജ്വല്ലറിയിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അതുകൊണ്ട് തന്നെ AN ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ പിടിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അവിടുത്തെ ഒരു സ്റ്റാഫിനെ കൊണ്ട് കുറച്ച് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ സ്റ്റാഫ് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട് കേട്ടോ. സർ, എന്നെ എന്തിനാ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾക്കൊരു കാര്യം അറിയണം, അതറിഞ്ഞാൽ പിന്നെ നിന്നെ വിട്ടോളാം. സർ, എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അവിടുന്ന് ചോദിച്ചാൽ പോരെ. എന്തിനാ എന്നെ ഈ വണ്ടി കയറ്റി സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നത്? വായടക്കടാ. ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം തന്നാൽ മതി നീ, അല്ലാതെ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ബാധിക്കാൻ വന്നേക്കുന്നവൻ. അയ്യോ, എന്നെ എന്തിനാ ദൈവമേ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ടാണ് അയാൾ അകത്തോട്ട് കയറി വരുന്നത്. മൊത്തത്തിലൊരു ബുജി ലുക്കാണ് അയാളെ കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ കമ്പനിയോട് ആത്മാർത്ഥമായി കൂറ് പുലർത്തി വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടാവില്ല, അയാളെ കാണാൻ എങ്ങനെയിരിക്കും അതേ മട്ടാണ് കേട്ടോ ഇയാളെ കാണാനും. ബിനോയ് നാട്ടോ ഇയാളുടെ പേര്. അങ്ങനെ നന്ദു ഇരിക്കുന്ന മുറിയിലോട്ട് ഈ പോലീസുകാരെ അവനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട നന്ദു അവനെ ഒന്ന് നോക്കുന്നുണ്ട്, തുറച്ച് നോക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ബിനോയ് പറയുന്നുണ്ട്, അയ്യോ മാഡം, എന്നെ എന്തിനാ മാഡം ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ഇവന് നിങ്ങൾ തല്ലിയോ? അയ്യോ മാഡം, ഇവൻ അതേപടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നല്ലാതെ ഞങ്ങൾ ഇവൻ്റെ ദേഹത്തെ കൈവച്ചിട്ട് പോലുമില്ല. മാഡം, ഞാൻ ജ്വല്ലറിയിലെ സ്റ്റാഫാണ്. മര്യാദയ്ക്ക് ജ്വല്ലറിയിലേക്ക് രാവിലെ ജോലിക്ക് ഇറങ്ങിയതാണ്. നടു റോട്ടിൽ വെച്ച് ഈ പോലീസുകാർ എന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുക. എത്ര ആൾ കണ്ടെന്നറിയോ എന്നെ കൊണ്ടുവരുന്നത്? ഞാനിനി ഇവന്മാരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? നടുറോട്ടി വെച്ചിട്ടാണോ ഒരാളെ കൊണ്ടുവരേണ്ടത്? അത് ശരി, ഇപ്പം ഞങ്ങൾക്കായ കുറ്റം. തന്നോട് ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ വന്ന് വണ്ടി കയറാനേ. അപ്പം നിനക്ക് വലിയ അഹങ്കാരം, അതുകൊണ്ടല്ലേ നിന്നെ പിടിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറ്റിയത്. ഓഹോ, അപ്പം താൻ പറഞ്ഞിട്ട് കേട്ടില്ല, അതുകൊണ്ടാണ് ഇവരെ തന്നെ പിടിച്ച് വണ്ടി കയറ്റിയത്. അത് പിന്നെ മാഡം, പെട്ടെന്ന് ഇവരൊക്കെ കണ്ടപ്പോൾ ഞാൻ പാനിക്കായിപ്പോയി. അല്ല മാഡം, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എനിക്കത് അറിയണം. ഒരു തെറ്റും ചെയ്യാതെ വെറുതെ എന്നെ ഇവിടെ ഇട്ട് ശിക്ഷിക്കാനാണോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങൾക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാ. എന്തു കാര്യം? ഞാൻ തനിക്കിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ആ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി നിങ്ങൾ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞു തരണം. അതാണോ കാര്യം? ശരി, പറഞ്ഞുതരാം. എടോ, ആ ഫോൺ എടുത്തേ. അങ്ങനെ ആ പോലീസുകാരൻ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു ആ ഫോട്ടോ എടുക്കുന്നുണ്ട്. ദാ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? നോക്കട്ടെ മാഡം. ഈ പെൺകുട്ടി ഈ പെൺകുട്ടി അവിടുത്തെ മെയിൻ ഡിസൈനറാ. ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ. അത് ശരി, അപ്പം മെയിൻ ഡിസൈനർ ആണല്ലേ? അതെ മാഡം. എന്താ ഇവരെന്തെങ്കിലും ചെയ്തോ? അതൊന്നും തൽക്കാലം ഇപ്പം താൻ അറിയണ്ട. ഇന്നെന്തായാലും താൻ ഇവിടെ ഇരിക്കേ. മാഡം, എനിക്ക് പോയിട്ട് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. ആ വർക്കൊക്കെ നാളെ തീർത്താൽ മതി. തൽക്കാലം നീ ഇവിടെ ഇരിക്കേ. മാഡം, ഞാൻ ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ശരി. എടോ, ഇവൻ്റെ മേലിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. ഇവന് ഫോൺ വാങ്ങിച്ചു വെക്കണം. ഞാനിപ്പോൾ വരാം. ശരി മാഡം. അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ജ്വല്ലറിയിലിട്ട് പോവാണ് കേട്ടോ. ജ്വല്ലറിയുടെ അകത്തോട്ട് കയറുന്നത് കാണിക്കുന്നുണ്ട് നന്ദു അപ്പോഴേക്കും പോലീസ് വേഷമൊക്കെ മാറിയിട്ടുണ്ട്. സാധാരണ ഒരു വേഷത്തിലാണ് കയറി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മുന്നിൽ നിൽക്കുന്ന ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട്, മാഡം എന്താ വേണ്ടത്? എനിക്ക് ഇവിടുത്തെ പുതിയ കളക്ഷൻസൊക്കെ കണ്ടാൽ കൊള്ളാം. വരൂ മാഡം, അങ്ങോട്ട് ഇരുന്നോളൂ. അങ്ങനെ നന്ദൂരുടെ അടുത്തേക്ക് ഒരു സ്റ്റാഫ് വരുന്നുണ്ട് കേട്ടോ. മാഡം, പുതിയ കളക്ഷൻസ് ഇപ്പോൾ ചോക്കറിൽ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കിയാലോ? മാഡത്തിന് എന്താ വേണ്ടത്? ചോക്കർ സെറ്റ് ആയിക്കോട്ടെ, എനിക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ. ശരി മാഡം. ഇതും പറഞ്ഞിട്ട് ചോക്കർ സെറ്റ് എടുത്തു വെക്കാൻ കേട്ടോ. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇവിടുത്തെ ഡിസൈനൊക്കെ ഒന്നിനൊന്ന് മെച്ചാണ്. മൂർത്തി ജ്വല്ലറിയുടെ ഏറ്റുമുട്ടാൻ പറ്റിയ ഡിസൈൻസാ. അത് മാത്രമല്ല പണിക്കൂലി ഇല്ലാതെയല്ലേ നിങ്ങൾ സ്വർണ്ണമൊക്കെ കൊടുക്കുന്നത്. ഗ്രേറ്റ്. അല്ല, നിങ്ങൾക്കിതെങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത്? അതൊന്നും എനിക്കറിയില്ല മാഡം, എല്ലാം ഇവിടുത്തെ മാനേജറുടെ കഴിവാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഓണർ? അതിന് മുകളിൽ ഒരു ഓണർ ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷെ ആരാണെന്നോ എന്താണെന്നോ അതൊന്നും ഞങ്ങൾക്കറിയില്ല മാഡം. ഞങ്ങൾ സാധാരണ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. എന്തായാലും ഇവിടുത്തെ ഡിസൈനർമാരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഡിസൈനർമാരൊക്കെ ഇത് ആ റൂമിലാണ് മാഡം. ആക്ച്വലി ഇവിടെ ഗ്രീനാന്ന് പറയുന്ന ഡിസൈനർ ഉണ്ടോ? ഗ്രീന? അങ്ങനെ ഒരു ഡിസൈനർ ഇല്ലല്ലോ. അപ്പോൾ അവളുടെ പേര് ഗ്രീനാന്നല്ല എന്നുള്ള കാര്യം ഉറപ്പായി. വേറെ എന്തോ ആണ്. മാഡം ഒന്നും നോക്കുന്നില്ലല്ലോ. ഇതിലേത് ഡിസൈനാണ് മാഡത്തിന് ഇഷ്ടമായത്? ഞാനൊരു ഫോട്ടോ കാണിക്കട്ടെ. ആ ഡിസൈനർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറയൂ. അതിനെന്താ? അങ്ങനെ നന്ദു ഫോട്ടോ കാണിച്ചു തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ പറയുന്നുണ്ട്, ഇത് ആനി മാത്യു. ഇവരുടെ പേര് ആനി മാത്യു എന്നാണോ? അതെ, പുള്ളിക്കാരി ഇന്ന് വന്നിട്ടില്ല, ഇന്ന് ലീവാ. ഇവരെവിടെയാണ് താമസിക്കുന്നത്? അതൊക്കെ എന്തിനാ മാഡം? താൻ പറഞ്ഞാൽ മതി ഇവരെവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ സ്റ്റാഫുകളുടെ എല്ലാം ചോർത്തി കൊടുക്കാനൊന്നും പറ്റില്ല മാഡം. ആ സമയത്ത് തന്നെ നന്ദു ഒരു കാർഡ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നന്ദു ഒരു പോലീസ് ഓഫീസറാണെന്ന് തെളിയിക്കുകയാണ്. ഇപ്പം മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന്. ഇനി പറ. അങ്ങനെ അയാളാണെന്നെങ്കിൽ പേടിച്ചുകൊണ്ട് ഈ ആനി മാത്യു ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആനി മാത്യു ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫ് ജ്വല്ലറിയിലെ മാനേജർ വിളിച്ച് ഈ വിവരമൊക്കെ അറിയിക്കുന്നത്. ഹലോ എന്താടോ? സർ, ഇപ്പം ഇവിടെ ഒരു പോലീസുകാരി വന്നിരുന്നു. പോലീസുകാരിയോ? സർ. എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഏത് പോലീസുകാരി? ഒരു നന്ദന.
എസ് ഐ നന്ദനയാണ് ഇവിടെ വന്നത്. ചതിച്ചോ? എസ് ഐ നന്ദനയോ? എന്തിനാ വന്നത്? ആനി മാത്യുവിനെ ചോദിച്ചിട്ടാണ് വന്നത്. ആദ്യം ഒരു ഗ്രീനയെ ചോദിച്ചു. ഗ്രീന എന്ന് പറയുന്ന ആൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. താൻ എന്തിനാ അതൊക്കെ പറയാൻ പോയത്? സർ, എന്നോട് പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഈ മാനേജർ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദു ആണ് കേട്ടോ. ആനി കുറച്ച് പോലീസുകാരെയും കൂട്ടിയിട്ട് ഈ ആനി താമസിക്കുന്ന ഫ്ലാറ്റിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലാറ്റിലെ കോളിംഗ് ബെല്ല് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് റൂം തുറക്കുന്നത് ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയാണ് കേട്ടോ. വൃദ്ധ എന്ന് പറഞ്ഞാൽ ഒരു 10-65 വയസ്സ് തോന്നിക്കുന്ന ഒരാള്. പോലീസോ? എന്താ അമ്മേ, ഇവിടെ ആനി മാത്യു ഉണ്ടോ? ഉണ്ട്. ഇന്ന് ആനി മാത്യു എന്താ വർക്കിന് പോകാഞ്ഞത്? ഇന്ന് ആനിയുടെ ബർത്ത്ഡേയാ. അല്ല, എന്താ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ആനി എന്തെങ്കിലും? അത് പിന്നെ ആനി ഒന്ന് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം. അയ്യോ, എൻ്റെ ആനി അറസ്റ്റ് ചെയ്യാനോ? അമ്മേ, ഞങ്ങൾക്ക് ആനിയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ആരാ ഇതൊക്കെ? തോമസ് ചേട്ടാ, ആനിയെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരാ. ആനി അറസ്റ്റ് ചെയ്യാനോ? എന്തിനാ ആനി അറസ്റ്റ് ചെയ്യുന്നത്? അവളുടെ ബർത്ത്ഡേ എന്ന് ആനി അറസ്റ്റ് ചെയ്യരുത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആനി അങ്ങോട്ട് വരുന്നത്. അച്ഛാ, മോളെ ആനി, പോലീസ്. ആനിയാണെങ്കിൽ പോലീസിനെ കണ്ടിട്ട് ആകെ പതറുന്നുണ്ട് കേട്ടോ. ആനി, ഇങ്ങോട്ട് വരൂ. മാഡം, നിങ്ങളെന്താ ഇവിടെ? നിനക്കറിയില്ലല്ലേ ഞങ്ങളെന്താ ഇവിടെയെന്ന്? മാഡം, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അതെന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയണം. നീ ഞങ്ങളുടെ കൂടെ വരണം. മാഡം, ഇന്നെൻ്റെ ബർത്ത്ഡേയാ. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അവിടെ വെച്ചേക്ക്. ഈ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇവിടെ വില പോകത്തില്ല. വാ. മാഡം, അത് വരാനല്ലേ പറഞ്ഞത്? അയ്യോ, എൻ്റെ ആനിമോളെ കൊണ്ടുപോകല്ലേ. ഇതും പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ ഒരുപാട് വിഷമിച്ച് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനി ആണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂട്ടത്തിൽ ആദർശിനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആദർശം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ആനിയെ ഒരു ഇരുട്ട് മുറിയിൽ ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നീ വ്യക്തമായിട്ട് എനിക്ക് ഉത്തരം തന്നിരിക്കണം. മാഡം, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓഹോ, അപ്പം നിനക്കൊന്നും അറിയില്ല. നീ ചെയ്ത വിഷ്വൽസ് നിനക്ക് കാണിച്ചെന്നാൽ നീ പറയൂ? മാഡം, അനാവശ്യമായിട്ട് എന്നെക്കുറിച്ച് ഓരോന്നും പറയരുത്. ഞാൻ ആർക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ആദർശിനെയും എനിക്കറിയില്ല. മൂർത്തി ജ്വല്ലറിയിലെ ആർക്കും ഞാൻ ജ്യൂസ് കൊണ്ട് കൊടുത്തിട്ടില്ല. പിന്നെ എന്താടി ഇത്? ഇതും പറഞ്ഞിട്ട് ആ വിഷ്വൽസ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അത് കണ്ട പാടത്തിന് ആകെ പേടിക്കാൻ കേട്ടോ ആനി. എന്നിട്ട് ആനി പറയുന്നുണ്ട്, അയ്യോ, ഇത് നീ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചവരെന്നെ നിന്നെ വഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിന്നെ ഒറ്റ കൊടുത്തു. അയ്യോ, മെയിൻ ഡിസൈനറായിട്ടും അത്യാവശ്യം കാശ് കയ്യിൽ കിട്ടുന്നുണ്ടായിട്ടും എന്തിനാ നീ ഇങ്ങനത്തെ ചതി ചെയ്തത്? അത് പറയടി, ആരാ നിനക്കൊക്കെ പിന്നിൽ? ഞാൻ പറയില്ല. എനിക്ക് പിന്നിൽ ആരുമില്ല. എനിക്ക് പേഴ്സണലായിട്ട് അവരോട് ശത്രുതയുണ്ടായിരുന്നു. അപ്പം നീ പറയില്ലല്ലേ? നീ കുറ്റം ഏറ്റെടുത്താലും നിൻ്റെ പിന്നിലുള്ളവരാരാണെന്ന് നീ പറയില്ല. അപ്പം നീ കിട്ടിയ അടങ്ങും. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും അവൾ സത്യം പറയുന്നില്ല. കുറേ അടിച്ചതിന് ശേഷം നന്ദു പറയുന്നുണ്ട്, അപ്പം നീ സത്യം പറയില്ല. എന്നാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിൻ്റെ വൃദ്ധരായ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റണോ നിനക്ക്? അയ്യോ, എൻ്റെ അച്ഛനും അമ്മയും ഇതിലോട്ട് വലിച്ചഴിക്കരുത്. അങ്ങനെ വലിച്ചഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയടി. ഇതും പറഞ്ഞുകൊണ്ട് മുടിക്കെട്ടിക്ക് കയറി പിടിക്കുന്നുണ്ട് നന്ദു. എന്നിട്ട് തലങ്ങും വിലങ്ങും പിന്നെയും പിന്നെ തല്ലുന്നുണ്ട്. അവസാനം ചോര തുപ്പി വീഴാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് കൊണ്ടുവരുന്നത്. നിൻ്റെ ഈ മുഖം വെച്ചിട്ട് നീ ഇനി എത്രത്തോളം കാഴ്ച നിൽക്കും? ഈ സൗന്ദര്യം ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കും. നിൻ്റെ ഈ മുഖം വികൃതമാക്കുമെന്ന്. അനന്തപുരിക്കാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് പറയടി, ആരാ നിനക്ക് പിന്നിൽ? ഇതും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തല്ലാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യോ, ഇനി എൻ്റെ തല്ലല്ലേ, ഞാൻ പറയാം. ഞാൻ ചത്തുപോകും, ഞാൻ പറയാം. അങ്ങനെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഈ അടിയൊക്കെ വാങ്ങിച്ച് കൂട്ടണമായിരുന്നു. പറയടി. എനിക്ക് പിന്നിൽ ഏൻ ജ്വല്ലറിയാ. അവർ പറഞ്ഞിട്ടാ ഞാൻ ആ ജ്യൂസിലന്ന് ഉറക്ക ഗുളിക കലർത്തിയത്. അപ്പം ഏൻ ജ്വല്ലറിയാണ് ഇതിൻ്റെ പിന്നിൽ അല്ലേടി? അതെ. ഈ ഏൻ ജ്വല്ലറിക്ക് പിന്നിൽ ഒരു മാനേജറുണ്ട്. ആ മാനേജർക്ക് മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയുണ്ട്. അയാൾ ആരാണെന്ന് അറിയോ? അയാൾ എനിക്കറിയില്ല മാഡം. ഞാൻ അയാളെ കണ്ടിട്ടില്ല. സത്യമായിട്ടും എൻ്റെ അമ്മയും അച്ഛനാണ് സത്യം. ഓക്കെ, അങ്ങനെ എന്തായാലും ആദർശ് അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ. ഗ്രീനയെ കണ്ട പാടത്തിന് ആദർശിന് ദേഷ്യം ഇരട്ടിക്കാൻ കേട്ടോ. ആദർശ് ചോദിക്കുന്നുണ്ട്, എടി, നീ എന്തിനടി എനിക്കന്ന് ജ്യൂസ് തന്നത്? എന്നെ കൊല്ലാനോ? ഉറക്കി കിടത്തിയിട്ട് ഏൻ ജ്വല്ലറിക്ക് നീ നേടി കൊടുത്തില്ല അത്? അത് പിന്നെ സർ, നിന്നെപ്പോലെ കുറേ എണ്ണം ഉണ്ട് ഒരുമ്പെട്ടി ഇറങ്ങിയേക്കുന്നത്. ആദർശേട്ടാ, ഇവക്ക് എന്തായാലും ഏൻ ജ്വല്ലറിക്ക് പിന്നിലുള്ള ആൾ ആരാണെന്ന് അറിയില്ല. എന്തായാലും 1-2 ദിവസം അതിനകത്ത് ഏൻ ജ്വല്ലറിക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നത് ഏൻ ജ്വല്ലറിയിലെ മാനേജർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇത്രയൊക്കെ ആയില്ലേ, ഇനി പറയിപ്പിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ആദർശേട്ടാ, ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തായാലും എയിം ജ്വല്ലറിയുടെ മാനേജർ അറസ്റ്റ് ചെയ്യാൻ പോവുക. ശരി നന്ദു, അയാൾ നല്ലൊരു താവളം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ അറസ്റ്റ് ചെയ്തിരിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് എയിം ജ്വല്ലറിയിലോട്ട് പോകണം. എയിം ജ്വല്ലറിയുടെ മാനേജർ അറസ്റ്റ് ചെയ്യണം. ഇതും പറഞ്ഞുകൊണ്ട് പോലീസുകാരും നന്ദും കൂടി അവിടുന്ന് എയിം ജ്വല്ലറിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു കാറ് മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. എയിം ജ്വല്ലറിയുടെ മാനേജർ അതിൽ കയറാണ് കേട്ടോ. ആ സമയത്ത് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് അയാൾ കൈ ഇങ്ങനെ ഡോറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നന്ദു ആ കൈ കയറി പിടിക്കുന്നുണ്ട്. ഇതീ കയറി നീ അങ്ങനെ പോകണ്ട, നിനക്ക് നല്ലതേ ആ പോലീസ് വാഹനമോ, അതിൽ പോയി കയറ്. ആ പോലീസോ? നിങ്ങളെന്തിനാ എൻ്റെ കൈ കയറി പിടിക്കുന്നത്? കാര്യം ഉണ്ടായിട്ട് പോയി കയറടാ പൊന്ന, കയറോ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അയാൾ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ദേ വെറുതെ എന്നെ തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും, ഞാൻ എയിം ജ്വല്ലറിയിൽ മാനേജറാ. അത് അറിഞ്ഞിട്ട് തന്നെയാണോ തന്നെ വിളിക്കുന്നത്? ഞങ്ങൾക്ക് ചില സത്യങ്ങൾ അറിയണം, നിന്നെക്കൊണ്ട് ചോറ് തൊപ്പിച്ച് ഞാൻ പറയിപ്പിക്കും. ഇതും പറഞ്ഞുകൊണ്ട് അയാളെയും കൂട്ടിയിട്ട് നേരെ പോവുകയാണ് കേട്ടോ നന്ദു പോലീസ് സ്റ്റേഷനിലോട്ട്. ഓക്കെ, ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് അറിയാൻ വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു കിഡ്ലൻ എപ്പിസോഡ് ഇതിൻ്റെ പിന്നാലെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എപ്പിസോഡ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.